ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യമാണ് ജി.പി.എസ് മീഡിയ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ശസ്ത്രക്രിയ സമയത്ത് അനസ്തീഷ്യ നൽകിയതിനെ തുടർന്ന് അപ്രതീക്ഷിതമായി ജോൺ ഡേവിസ് എന്ന വ്യക്തി ക്ലിനിക്കൽ ഡെത്ത് എന്ന അവസ്ഥയിലേക്ക് പോയി. 6 മിനിറ്റോളം ഇയാൾ മരിച്ചതിന് തുല്യമായ അവസ്ഥയിൽ കിടന്നു. ഈ സമയത്ത് താൻ മറ്റൊരു ലോകത്ത് എത്തിയെന്നും അവിടെ കണ്ടത് വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നുവെന്നും ജോൺ ഡേവിസ് പറയുന്നു. ആദ്യം അയാൾ ആത്മാക്കൾക്ക് കടന്നു പോകാനുള്ള ഒരു വാതിലിന് മുന്നിൽ എത്തിയത്രേ. അമ്പരചുംബിയായ ഒരു കെട്ടിടം, അതിനു മുന്നിൽ അലങ്കാര പണികളുള്ള വാതിലുകൾ, അവിടെ നിന്ന് പല തുരങ്കങ്ങൾ, അയാൾക്ക് കാണാനാകാത്ത ഒരു അദൃശ്യമായ ഒരാൾ അയാളുടെ ഇടതുവശത്ത് നിന്നിരുന്നു അത്രേ. ഇത് ആത്മാക്കൾക്കുള്ള കവാടമാണെന്ന് ആ ശബ്ദം എന്നോട് പറഞ്ഞു. മരണത്തിന് ശേഷം എല്ലാ ആത്മാക്കളും ഈ വാതിൽ വഴിയെയാണ് കടന്നു പോകേണ്ടി വരുമെന്നും ആ ശബ്ദം പറഞ്ഞു. അയാൾ തുരങ്കത്തിലൂടെ നോക്കിയപ്പോൾ നക്ഷത്രങ്ങളും ഗാലക്സികളും ഒഴുകുന്ന ഒരു കോസ്മിക് നദി കണ്ടു. മറ്റൊരു വാതിലിലൂടെ നോക്കിയപ്പോൾ ഹൃദയാഘാതം മൂലം മരിച്ച ഒരാൾ അവിടേക്ക് വരുന്നതും ഒരു വയസ്സായ സ്ത്രീ അയാളെ സ്വീകരിക്കുന്നതും കണ്ടു. അവർ എൻ്റെ മുന്നിൽ വെച്ച് നിമിഷ നേരം കൊണ്ട് ചെറുപ്പമാകുന്നതും ഞാൻ കണ്ടു. പിന്നീട് അയാൾ ഒരു പൂന്തോട്ടത്തെ നടുവിൽ ചെന്നപ്പോൾ അയാൾ വളർത്തിയിരുന്ന 2 നായക്കുട്ടികളും പൂച്ചക്കുട്ടികളും ഓടി വരുന്നതും കണ്ടു. എല്ലാറ്റിനും ഉപരിയായി എനിക്കുണ്ടായ ഏറ്റവും തീക്ഷ്ണമായ ഒരു അനുഭവം കൂടി ഉണ്ടായി. പ്രകാശം കൊണ്ട് ജ്വലിക്കുന്ന ഒരു രൂപം എൻ്റെ അടുത്തേക്ക് വന്നു. ആ രൂപം ഒരു ചുവന്ന മേൽവസ്ത്രം ധരിച്ചിരുന്നു. മരണം എന്ന ഒരു കാര്യമേ ഇല്ലെന്ന് നീ അവരോട് പറയണം എന്ന് ആ രൂപം എന്നോട് പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാൻ ആസ്പത്രി കിടക്കയിലാണ്. ഡോക്ടർമാർ എൻ്റെ ജീവൻ തിരിച്ചു കൊണ്ടുപോകാൻ പെടാപ്പാടപ്പെടുകയായിരുന്നു. അപ്പോൾ ജോൺ ഡേവിസ് ഷമാൻ ഓക്ക് എന്ന യൂട്യൂബ് ചാനലിലാണ് ഇത്രയും പറഞ്ഞത്. ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് വൈദ്യശാസ്ത്രം ഈ അവസ്ഥയെ പറയുന്നത്. ഹൃദയാഘാതം, കോമ, വലിയ അപകടങ്ങൾ എന്നിവയിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവർ അനുഭവിക്കുന്ന കാര്യങ്ങളുടെ ശാസ്ത്രീയത ഉറപ്പിക്കാനാവില്ല. പക്ഷെ സുഹൃത്തുക്കളെ, ജി.പി.എസ് മീഡിയയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇടയിൽ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് നമ്മൾ അറിയണം. അതായിരിക്കാം ഒരുപക്ഷെ സത്യമായ കാര്യവും.